എന്തൊക്കെയാ അസുഖമല്ലല്ലോ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കണോ ഫേസ്ബുക്കിനെ പറ്റിയുള്ള ഫേസ്ബുക്കിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ. അതിൽ നമ്മൾ പറഞ്ഞു ഫേസ്ബുക്കിന്റെ ഫുൾ സെറ്റിംഗ്സ് വീഡിയോ, എല്ലാ ഫീച്ചറുകളും എല്ലാ സെറ്റിംഗ്സുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിൽ വന്ന 90% കമന്റുകളും അത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും എവിടെയും വന്ന കമന്റുകൾ കൂടുതലും അങ്ങനെ ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫേസ്ബുക്കിന്റെ മുഴുവൻ സെറ്റിംഗ്സുകളും ഫീച്ചറുകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് നീളമുണ്ടാവും. നീണ്ട് അങ്ങനെ പോവും. അങ്ങനെ ഒരുപാട് നീളമുള്ള ഒരു വീഡിയോ പറയുന്നേരം അത് പറയുന്ന എനിക്കും ബോറടിക്കും, അത് കേൾക്കും നിങ്ങൾക്കും ബോറടിക്കും. നമ്മളൊക്കെ ഇത് ചെയ്യുന്നത് വേറെ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഓലിക്കും ബോറടിക്കും. എല്ലാവർക്കും ഇങ്ങനെ ബോറടിക്കണം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ ഫേസ്ബുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ എന്തൊക്കെ സെറ്റിംഗ്സുകൾ, എന്തൊക്കെ സെക്യൂരിറ്റി സെറ്റിംഗ്സുകൾ ചെയ്തു വെക്കണം, നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് മറ്റാരും ഉപയോഗിക്കാതെ മറ്റൊരാൾക്കും ആക്സസ് ചെയ്യാനാകാത്ത രീതിയിൽ സെക്യൂർ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം, അതിനെന്തൊക്കെ സെറ്റിംഗ്സുകൾ ഫേസ്ബുക്കിൽ മാറ്റം വരുത്തണം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സെറ്റിംഗ്സുകൾ. അതിന് നമുക്ക് ഫേസ്ബുക്ക് തുറന്നിട്ട് അതൊന്ന് നോക്കാം അല്ലേ. ഞാൻ വന്നോളി ഫേസ്ബുക്കിലേക്ക്. പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിന്റെ മുന്നേ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഫേസ്ബുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. എപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ആയാലും അതല്ല നമ്മൾ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റേതൊരു ആപ്ലിക്കേഷൻ ആയാലും ലേറ്റസ്റ്റ് വെർഷനെ ഉപയോഗിക്കാവും. അപ്ഡേറ്റ് വന്നാൽ അന്നേരം അപ്ഡേറ്റ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ പോയി നോക്കുക, അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. എന്നാ പോവുക, നമുക്ക് നമ്മളെ ഫേസ്ബുക്ക് ഇങ്ങ് തുറക്കാം. തുറന്നിട്ട് ആദ്യം നമുക്ക് പ്രൊഫൈൽ ലോക്ക് ചെയ്യുന്നത് നോക്കുക. ഈ പ്രൊഫൈൽ ലോക്ക് ചെയ്താൽ നമ്മളെ ഇൻഫർമേഷന്, നമ്മളെ പ്രൊഫൈൽ പിക്ചർ അടക്കമുള്ള ഒരു ഇൻഫർമേഷനും ആർക്കും കാണാനാകില്ല. അതിനെന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മളെ പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ 3 ഡോട്ട് കാണാം, ഒരു 3 കുത്ത്. ആ കുത്തിൽ ചെറിയൊരു കുത്ത് കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് ലോക്ക് പ്രൊഫൈൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ലോക്ക് യുവർ പ്രൊഫൈൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് താഴെ ഭാഗത്ത്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളെ പ്രൊഫൈൽ ലോക്കായി ഒരു ഓക്കെ വന്നിക്ക് ഓക്കെ കൊടുക്കുക. അപ്പം നമ്മളെ പ്രൊഫൈൽ ലോക്കായി. ഇനി നമ്മളെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ പ്രൊഫൈൽ പിക്ചർ ആർക്കും ഓപ്പൺ ചെയ്ത് നോക്കാനാകില്ല. അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാനാകില്ല. നമ്മളെ ഇൻഫർമേഷൻസ്, ഫേസ്ബുക്കിലുള്ള ഡാറ്റകൾ, പോസ്റ്റുകൾ ഒന്നും സ്ട്രേഞ്ചേഴ്സ് ആയിട്ടില്ല, നമ്മളെ ഫ്രണ്ട്സ് അല്ലാത്ത മറ്റാർക്കും കാണാനാകില്ല. ഇനി ഇത് അൺലോക്ക് ചെയ്യാനും അതേ കുത്തിൽ 3 കുത്ത് കൊടുക്കുക. ഇവിടെ അൺലോക്ക് പ്രൊഫൈൽ എന്നുള്ള ആ ഓപ്ഷനിലൊന്ന് എടുക്കുക. ഇവിടെ ഒരു ലോക്ക് ചിഹ്നം കാണാം. ഈ ലോക്ക് ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അൺലോക്ക് യുവർ പ്രൊഫൈൽ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കഴിഞ്ഞ് നമ്മൾ അൺലോക്ക് ചെയ്ത്. അപ്പം പ്രൊഫൈൽ എങ്ങനെയാ ലോക്ക് ചെയ്യുക, അൺലോക്ക് ചെയ്യുക എന്നുള്ളത് മനസ്സിലായില്ലേ. ഇനി നമുക്ക് ബാക്കി സെറ്റിങ്സ് കാര്യങ്ങളിലേക്ക് പോകാം. ബാക്ക് വരിക. കംപ്ലീറ്റ് ബാക്ക് വന്നിട്ട് മേലെ വലത് ഭാഗത്ത് 3 ലൈൻ ഉണ്ടാവും. ആ ലൈനിൽ മെല്ലെ ഒരു തട്ട് കൊടുക്കുക. ഇവിടെ താഴെ ഭാഗത്തേക്ക് പോവുക. സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എടുക്കുക. സെറ്റിങ്സ് ആൻഡ് പ്രൈവസിയിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് നമുക്ക് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് പേഴ്സണൽ ആൻഡ് അക്കൗണ്ട് ഇൻഫർമേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് നമ്മളെ പേര് മാറ്റണമെങ്കിൽ ഈ നെയിം എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് നമുക്ക് പേര് മാറ്റി കൊടുക്കാം. ഫസ്റ്റ് നെയിം മേലെ കൊടുക്കുക, മിഡിൽ നെയിം രണ്ടാമത് കൊടുക്കുക, സർനെയിം ലാസ്റ്റും കൊടുക്കുക. ഈ മിഡിൽ നെയിം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത് ഓപ്ഷനിലാണ്. നമ്മൾ ഫസ്റ്റ് നെയിമും സർനെയിമും കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു പേര് നമുക്ക് പ്രൊഫൈലിൽ കിട്ടും. അതായത് ഇപ്പം എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പേരെന്താ, മുത്തൂസ് മെപ്പയ്യൂർ. അപ്പം ഫസ്റ്റ് നെയിമായിട്ട് മുത്തൂസ് കൊടുത്ത് സർനെയിമായിട്ട് മെപ്പയ്യൂരും കൊടുത്ത്. അപ്പം അതെങ്ങനെ വരിക, മുത്തൂസ് മെപ്പയ്യൂർ എന്നുള്ള ഒരൊറ്റ പേരായിട്ട് നല്ല കറക്റ്റായിട്ട് വരും. അങ്ങനെ ചെയ്തിട്ട് ഇവിടെ റിവ്യൂ ചേഞ്ചസ് കൊടുക്കുക. നമ്മളെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് മാറ്റി. അപ്പം നമ്മൾ പേര് മാറ്റി. കോണ്ടാക്ട് ഇൻഫർമേഷനിൽ നമുക്ക് നമ്മളെ ഫോൺ നമ്പറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരിലേക്ക് അത് എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞേക്ക് അതുപോലെ ചെയ്യാം. ഇനി നമുക്ക് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ വേർ യു ആർ ലോഗ്ഡ് ഇൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട് മറ്റെവിടെയെങ്കിലും ലോഗിൻ ആയിക്കോന്ന് നമുക്ക് കാണാനാവും. ഇതാ സി ഓൾ കൊടുക്കുക. സി ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഡിവൈസിൽ ഏതൊക്കെ ലൊക്കേഷനിലാണ് നമ്മളെ അക്കൗണ്ട് ലോഗിൻ അയക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നതല്ലാതെ മറ്റേതെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ഡിവൈസിൽ നമ്മളെ അക്കൗണ്ട് ലോഗിൻ ആയിരിക്കുന്നുണ്ടോ എന്ന് ഇവിടെ കാണിക്കും. അങ്ങനെ കാണിക്കുന്ന ഏതെങ്കിലും ഡിവൈസ് ഉണ്ടെങ്കിൽ ഇവിടെ 3 ഡോട്ട് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് സെക്യൂർ അക്കൗണ്ട് കൊടുക്കുക, ലോഗ് ഔട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ കാണിക്കുന്നത് തീർത്ത് ഞാൻ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകളാണ്, ഡിവൈസുകളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലോഗ് ഔട്ട് ഓൾ സെഷൻ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഡിവൈസ് അല്ലാത്ത മറ്റെല്ലാ ഡിവൈസിനും ലോഗ് ഔട്ട് ആവും. സംഭവം തിരിഞ്ഞിക്ക പറഞ്ഞ് തിരിഞ്ഞോർക്ക് തിരികെ, അല്ലാത്തവർ
നട്ടം തിരിയും. ഇനി നമുക്ക് നമ്മളെ പാസ്വേഡ് ഒന്ന് മാറ്റണേ എന്താ ചെയ്യുക? ഇവിടെ ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ പാസ്വേഡ് ഇടയ്ക്കൊന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതാട്ടോ. സ്ഥിരമായിട്ടൊരു പാസ്വേഡ് തന്നെ ഉപയോഗിക്കാണ്ട് ഇടയ്ക്ക് പാസ്വേഡെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളെ ഏത് അക്കൗണ്ട് ആയാലും, ഫേസ്ബുക്ക് ആയാലും ഗൂഗിൾ ആയാലും ഏത് അക്കൗണ്ട് ആയാലും ഇടയ്ക്കൊന്ന് പാസ്വേഡ് മാറ്റി കൊടുക്കുക. പാസ്വേഡ് മാറ്റാനുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പാസ്വേഡ് മേലെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പുതിയ പാസ്വേഡ് 2 പ്രാവശ്യം ന്യൂ പാസ്വേഡ്, റീടൈപ്പ് പാസ്വേഡ് എന്നുള്ള രണ്ടിടത്തിലും എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് പാസ്വേഡ് കൊടുക്കുക. നമ്മളെ പാസ്വേഡ് അവിടെ നിന്ന് മാറ്റാം നമുക്ക്. പിന്നെ നമുക്ക് നമ്മളെ അക്കൗണ്ട് കൂടുതൽ സെക്യൂർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് 2 ഫാക്ടർ ഓതന്റിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കാം. അത് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫോൺ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിലിലേക്ക് വരുന്ന ഒരു കൺഫർമേഷൻ കോഡ് കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാനാവും. മറ്റൊരാൾക്കും ആ കോഡില്ലാണ്ട് ലോഗിൻ ചെയ്യാനാകില്ല. അതൊരു എക്സ്ട്രാ സെക്യൂരിറ്റിയാണ്. അതുപോലെ സേഫ് ബ്രൗസിംഗ് എന്നുള്ള ഈ ഓപ്ഷനും നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് പല വെബ്സൈറ്റുകളും പല ലിങ്കുകളും ഫേസ്ബുക്ക് കൂടെ വരും. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വരുന്ന വെബ്സൈറ്റുകൾ ലിങ്കുകളൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു അലർട്ട് തരും ഫേസ്ബുക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ്. അപ്പം അതും ചെയ്ത് വെക്കുക. ഇനി നമുക്കൊന്ന് ബാക്ക് വരാം. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മറ്റുള്ള ആൾക്കാർ നമ്മളെ സുഹൃത്തുക്കളായാലും മറ്റാരായാലും നമുക്ക് ടാഗ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ടാഗ് ചെയ്തുകൊണ്ട് പല മോശപ്പെട്ട പോസ്റ്റുകളും അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത പോസ്റ്റുകൾ നമ്മളെ പ്രൊഫൈലിൽ ടാഗ് ചെയ്തുകൊണ്ട് ആൾക്കാർ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതെങ്ങനെ? ഇവിടെ താഴെ ഭാഗത്ത്, അതായത് ഓഡിയൻസ് ആൻഡ് വിസിബിലിറ്റി എന്നുള്ള ഭാഗത്ത് പ്രൊഫൈൽ ആൻഡ് ടാഗിങ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് നമുക്ക് നമ്മളെ പോസ്റ്റുകൾ കസ്റ്റമൈസ് ചെയ്യുക. ടാഗിങ് എന്നുള്ളിടത്തിൽ ഹൂ ക്യാൻ സീ പോസ്റ്റ് ദാറ്റ് യു ആർ ടാഗ്ഡ് എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഓൺലി മീ ആക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓൺലി മീ ആക്കി കൊടുക്കുക. താഴെ ഭാഗത്തുണ്ടാവും ഓൺലി മീ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റാർക്കും നമ്മളെ ടാഗ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്യാനാകില്ല. അപ്പം വളരെ പ്രധാനപ്പെട്ട സെക്യൂരിറ്റി സെറ്റിംഗ്സുകൾ മാത്രമാണ് പറഞ്ഞത്. ഇനിയും കാര്യങ്ങളുണ്ട്, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കും തിരിഞ്ഞിക്കോ? തിരിഞ്ഞോലിക്ക് തിരിയും, അല്ലാത്തൊരു നട്ടം തിരിയും. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കണ്ടേ? നിങ്ങളെപ്പോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരുപാട് ചങ്ങായിമാരുടെ നിങ്ങൾക്ക് ഓലിക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്കട്ടോ. അത് നമുക്കൊരു ബൂസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.